അമേരിക്ക പുതിയ ചീട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇറാഖിൻ്റെ മണ്ണിൽ പോയിട്ട് സൈനിക അഭ്യാസം നടത്തുക എന്നുള്ളതാണ്. സൈനിക പരേഡുകൾ, സൈനിക അഭ്യാസങ്ങൾ, അതുപോലെ തന്നെ പാരാട്രൂപ്പ്, മിലിറ്ററി ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആളുകളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കൽ എന്ന് തുടങ്ങിയ എല്ലാം ചടുലമായി നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇതിനെയും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രനാളില്ലാത്ത ഒരു ഏർപ്പാടുകൾ, ഈ ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ പെടുന്നതിനെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങൾ അലേർട്ടഡാണ്. നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളും അടങ്ങിയിരിക്കില്ല എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ആയത്തുള്ള ഖാംനയുടെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ചീറ്റൽ നടക്കാനുണ്ട്. കാരണം ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗങ്ങളിലായിട്ട് സൈനിക വിന്യാസം നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതെന്തെങ്കിലും അപായപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണെങ്കിൽ അതൊരിക്കലും ഞങ്ങൾ അതിനനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രഖ്യാപനം ആയത്തുള്ള ഖാംനയുടെ സെക്രട്ടറി ആ അർത്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയോ ഒരു തീപ്പൊരി വീഴാനുള്ള താമസമേ ഉള്ളൂ, കാര്യങ്ങൾ മാറി മറയാൻ. അതുകൊണ്ട് തന്നെ ഏതൊരു കാലഘട്ടത്തിലും ഉള്ളതുപോലെ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത്. സ്വർണത്തിൻ്റെ വില വീണ്ടും കൂടുമെന്ന് ഇത് വെച്ച് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകാനും സാധ്യതയുണ്ട്. 87, 89 എത്തിയത് വീണ്ടും 94 എത്തുന്നുണ്ടെങ്കിൽ 2026 1.5 ലക്ഷത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആകെ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്വർണത്തിലേക്ക് മാറും, ഈ കാര്യങ്ങൾ വെടിപ്പോടുകൂടെ വ്യക്തത വരുന്നത് വരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരർത്ഥത്തിലൊരു പരമാവധി ഇത് ശരി തന്നെയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങളുടെ മരണം വരെ പോരാടും, ഇസ്രായേലിനെ ഇല്ലാതെയാക്കുന്നത് വരെ ഞങ്ങൾ പോരാടും. കഴിഞ്ഞ ദിവസം പുതിയൊരു അവരുടെ ആ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യും, ഇസ്രായേൽ ഞങ്ങൾക്ക് എപ്പോഴും ശത്രുവാണ്, ഞങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് ഈ അർത്ഥത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നതിൽ ഞങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ തമ്മാടിത്തമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. അത് അമേരിക്ക ഉൾപ്പെടെയാണ് ഞങ്ങൾക്കെതിരെ നിന്നത്. അതുകൊണ്ട് ആരെയും ലോകത്ത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടേതായ രീതികൾ അവലംബിക്കുകയും തുടങ്ങുന്നത് വരെ ഞങ്ങൾ കാത്തു നിൽക്കുകയും ചെയ്യും. ഞങ്ങളായിട്ട് തുടങ്ങൂല, അതാണ് അന്തസ്സ്. തുടങ്ങുന്നത് വരെ കാത്തു നിൽക്കും, അത് ഞങ്ങളായിട്ട് തുടങ്ങൂല എന്നുള്ളതാണ്. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ലോകവികാരം എതിരാകുന്നത് ഇറാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നന്നായി ഇറാന് നല്ല ഹൈപ്പ് ലഭിച്ചതും ഇസ്രായേലിന് വേണ്ടാത്ത പണിയായിരുന്നു എന്ന് പല കോണുകളിൽ നിന്നും കേൾക്കാനിടയായതും അവസാനം അത് സീസ്ഫയറിലൂടെ ആ യുദ്ധം തന്നെ ഇല്ലായ്മ ചെയ്തതൊക്കെ. ഇനി വരാനിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വ്യാപാര യുദ്ധം വരാനിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കൊടി പിടിക്കുന്ന ആശാൻ ആരാണെന്ന് വെച്ചാൽ ട്രംപ് തന്നെയായിരിക്കും. എല്ലാ മേഖലയിലും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ട്രംപിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കാഴ്ചപ്പാടോടുകൂടെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനും കഴിയും. അതാണ് ഈ അടിക്കടി സ്വർണത്തിൻ്റെയൊക്കെ വില നമ്മൾ കാണുന്നത്. എല്ലാ മേഖലകളിലും മാർക്കറ്റുകളിലും വളരെ നന്നായിട്ടുള്ള ഫ്ലക്ച്വേഷൻ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ അലയൊലികളാണെന്ന് മാത്രം കണ്ടാൽ മതി. ഇനിയും ഇൻഫ്ലേഷൻ ഉണ്ടാകും, അപ്പോൾ പണപ്പെരുപ്പുണ്ടാകും. ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ ഒരു ചെറിയ ഒരു അലയൊളികൾ അനുഭവിക്കേണ്ട മനുഷ്യരായിട്ട് മാറുകയും ചെയ്യും. ഇറാൻ എപ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണെന്ന് പറയുന്നതിനോടൊപ്പം അതെടുത്ത് കാണിക്കുക കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് ലോകം കണ്ടതാണ്. അമേരിക്കയോ ഇസ്രായേലോ തുടങ്ങാതെ ഒരു യുദ്ധത്തിനും ഇറാൻ മുന്നോട്ട് വരില്ല എന്നുറപ്പാണ്. അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഈ വിശ്വാസവഞ്ചന നടത്തുന്ന ഇസ്രായേൽ എത്ര കണ്ടിട്ട് ഈ അമേരിക്കയെയും ഇസ്രായേലിൻ്റെയും ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് എത്ര കണ്ട് ഇവർ ക്ഷമിക്കുമെന്നറിയില്ല. പെടുന്നനെ ഇവർ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അമേരിക്ക പുതിയ ചീട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇറാഖിൻ്റെ മണ്ണിൽ പോയിട്ട് സൈനിക അഭ്യാസം നടത്തുക എന്നുള്ളതാണ്. സൈനിക പരേഡുകൾ, സൈനിക അഭ്യാസങ്ങൾ, അതുപോലെ തന്നെ പാരാട്രൂപ്പ്, മിലിറ്ററി ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആളുകളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കൽ എന്ന് തുടങ്ങിയ എല്ലാം ചടുലമായി നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇതിനെയും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രനാളില്ലാത്ത ഒരു ഏർപ്പാടുകൾ, ഈ ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ പെടുന്നതിനെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങൾ അലേർട്ടഡാണ്. നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളും അടങ്ങിയിരിക്കില്ല എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം
ആയത്തുള്ള ഖാംനയുടെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ചീറ്റൽ നടക്കാനുണ്ട്. കാരണം ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗങ്ങളിലായിട്ട് സൈനിക വിന്യാസം നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതെന്തെങ്കിലും അപായപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണെങ്കിൽ അതൊരിക്കലും ഞങ്ങൾ അതിനനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രഖ്യാപനം ആയത്തുള്ള ഖാംനയുടെ സെക്രട്ടറി ആ അർത്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയോ ഒരു തീപ്പൊരി വീഴാനുള്ള താമസമേ കാര്യങ്ങൾ മാറി മറയാൻ. അതുകൊണ്ട് തന്നെ ഏതൊരു കാലഘട്ടത്തിലും ഉള്ളതുപോലെ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത്. സ്വർണത്തിൻ്റെ വില വീണ്ടും കൂടുമെന്ന് ഇത് വെച്ച് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകാനും സാധ്യതയുണ്ട്. 87, 89 എത്തിയത് വീണ്ടും 94 എത്തുന്നുണ്ടെങ്കിൽ 2026 1.5 ലക്ഷത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആകെ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്വർണത്തിലേക്ക് മാറും. ഈ കാര്യങ്ങൾ വെടിപ്പോടുകൂടെ വ്യക്തത വരുന്നത് വരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ ഒരു പരമാവധി ഇത് ശരി തന്നെയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങളുടെ മരണം വരെ പോരാടും, ഇസ്രായേലിനെ ഇല്ലാതെയാക്കുന്നത് വരെ ഞങ്ങൾ പോരാടും. കഴിഞ്ഞ ദിവസം പുതിയൊരു അവരുടെ അവരുടെ ആ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യും, ഇസ്രായേൽ ഞങ്ങൾക്ക് എപ്പോഴും ശത്രുവാണ്, ഞങ്ങളുടെ വിഹാരത്തിന് ഈ അർത്ഥത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നതിൽ ഞങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ തമ്മാടിത്തമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. അത് അമേരിക്ക ഉൾപ്പെടെയാണ് ഞങ്ങൾക്കെതിരെ നിന്നത്. അതുകൊണ്ട് ആരെയും ലോകത്ത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടേതായ രീതികൾ അവലംബിക്കുകയും തുടങ്ങുന്നത് വരെ ഞങ്ങൾ കാത്തു നിൽക്കുകയും ചെയ്യും. ഞങ്ങളായിട്ട് തുടങ്ങൂല, അതാണ് അന്തസ്സ്. തുടങ്ങുന്നത് വരെ കാത്തു നിൽക്കും. അത് ഞങ്ങളായിട്ട് തുടങ്ങൂല എന്നുള്ളതാണ്. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ലോകവികാരം എതിരാകുന്നത് ഇറാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നന്നായി ഇറാന് നല്ല ഹൈപ്പ് ലഭിച്ചതും ഇസ്രായേലിന് വേണ്ടാത്ത പണിയായിരുന്നു എന്ന് പല കോണുകളിൽ നിന്നും കേൾക്കാനിടയായതും അവസാനം അത് സീസ്ഫയറിലൂടെ ആ യുദ്ധം തന്നെ ഇല്ലായ്മ ചെയ്തതൊക്കെ. ഇനി വരാനിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വ്യാപാര യുദ്ധം വരാനിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കൊടി പിടിക്കുന്ന ആശാൻ ആരാണെന്ന് വെച്ചാൽ ട്രംപ് തന്നെയായിരിക്കും. എല്ലാ മേഖലയിലും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ട്രംപിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കാഴ്ചപ്പാടോടുകൂടെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനും കഴിയും. അതാണ് ഈ അടിക്കടി സ്വർണത്തിൻ്റെയൊക്കെ വില നമ്മൾ കാണുന്നത്. എല്ലാ മേഖലകളിലും മാർക്കറ്റുകളിലും വളരെ നന്നായിട്ടുള്ള ഫ്ലക്ച്വേഷൻ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ അലയൊലികളാണെന്ന് മാത്രം കണ്ടാൽ മതി. ഇനിയും ഇൻഫ്ലേഷൻ ഉണ്ടാകും, അപ്പോൾ പണപ്പെരുപ്പുണ്ടാകും. ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ ഒരു ചെറിയ ഒരു അലയൊളികൾ അനുഭവിക്കേണ്ട മനുഷ്യരായിട്ട് മാറുകയും ചെയ്യും. ഇറാൻ എപ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണെന്ന് പറയുന്നതിനോടൊപ്പം അതെടുത്ത് കാണിക്കുക കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് ലോകം കണ്ടതാണ്. അമേരിക്കയോ ഇസ്രായേലോ തുടങ്ങാതെ ഒരു യുദ്ധത്തിനും ഇറാൻ മുന്നോട്ട് വരില്ല എന്നുറപ്പാണ്. അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഈ വിശ്വാസവഞ്ചന നടത്തുന്ന ഇസ്രായേൽ എത്ര കണ്ടിട്ട് ഈ അമേരിക്കയെയും ഇസ്രായേലിൻ്റെയും ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് എത്ര കണ്ട് ഇവർ ക്ഷമിക്കുമെന്നറിയില്ല. പെടുന്നനെ ഇവർ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.